ട്രിഗണോമെട്രിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രി കവർ ചെയ്യുന്ന ഈ സെഷന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇതുവരെ പഠിച്ചിട്ടുള്ള ആദ്യമായിട്ട് നമ്മൾ ഇട്ടത് ട്രിഗണോമെട്രിയുടെ ജെയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് 10th സ്റ്റാൻഡേർഡ് പോർഷൻസ് വെച്ചിട്ടുള്ള ട്രിഗണോമെട്രി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് NCERT കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് പാർട്ട് ഇന്നലെ ഇട്ടു. വീണ്ടും തേർഡ് പാർട്ടിലേക്ക് കിടക്കണം. ഇതെല്ലാം കവർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ, അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് ചിലപ്പം ചെന്നെന്ന് വരാം. ഓക്കെ, നമ്മൾ ഇന്നലെ കുറെ അടിപ്പൻ ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ ചെയ്യുകയുണ്ടായി അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത പുതിയൊരു സെഷനിലേക്ക് കിടക്കാം. ഇതിൽ നമുക്ക് റിഡക്ഷൻ ഫോർമുലകളെ കുറിച്ചൊക്കെ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിഡക്ഷൻ ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടോ? റിഡക്ഷൻ ഫോർമുലയിൽ എന്താ സംഭവിക്കുന്നത്? സൈൻ 90 മൈനസ് തീറ്റയും കോസ് 90 മൈനസ് തീറ്റയൊക്കെ ഒന്ന് ഞാൻ വീണ്ടും ഒന്ന് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം തന്നെയും സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആകും. തേർഡില് ടാനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും പോസിറ്റീവ് ആകും. ഫോർത്തിൽ കോസും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും പോസിറ്റീവ് ആകും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. പിന്നെ നമുക്ക് എന്താ പഠിച്ചത്? നമ്മൾ പിന്നെ പഠിച്ചു എങ്ങനെയാ കോംപ്ലിമെന്ററി റേഷ്യോസിനെ പറ്റി പഠിച്ചു അല്ലെ. സൈനും കോസും അങ്ങോട്ട് ഇന്റർചേഞ്ച് ആകും അല്ലെ. സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും. പിന്നെ കൊസീക്ക് സീക്ക് ആകും, സീക്ക് കൊസീക്ക് ആകും. അതേപോലെ ടാന് കോട്ട് ആകും, കോട്ട് ടാൻ ആകും അല്ലെ, കോംപ്ലിമെന്ററി റേഷ്യോസിൽ അല്ലെ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കോട്ട് ഓഫ് 180 പ്ലസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് തേർഡ് ക്വാഡ്രന്റിലാണെന്നറിയാൻ കോട്ട് പോസിറ്റീവ്. ഇത് ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ ഓഫ് 90 എന്ന് പറയുന്നത്? 2 into 90 ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോട്ട് കോട്ടായിട്ട് തന്നെ നിൽക്കും, തീറ്റ എന്ന് എടുക്കും അല്ലെ. ഇപ്പൊ ഞാനിപ്പോ ഒരു സീക്ക് 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അല്ലെ. ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ സീക്ക് പോസിറ്റീവ് ആണ്. ഇത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആയതുകൊണ്ട് തന്നെ സീക്ക് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ. സോ സീക്ക് തീറ്റ എന്ന് പറയും. ഇങ്ങനെയല്ലേ റൂൾ? ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈൻ ഇടുക. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ള ആംഗിൾ എക്സാമ്പിൾ സീക്ക് 270 പ്ലസ് തീറ്റ ആണെങ്കിൽ ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സീക്ക് അതിന്റെ കോംപ്ലിമെന്ററി റേഷ്യോ ആയിട്ടുള്ള കൊസീക്ക് ആയിട്ട് മാറും. ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 270 പ്ലസ് ഇവിടെ വരെ 270 ആണ്, പ്ലസ് തീറ്റ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കൊസി സീക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെയും അത് കൊസീക്ക് തീറ്റ ആവും അല്ലെ. ഇതൊക്കെ നമ്മൾ NCERT കവർ ചെയ്തായിരുന്നു. കവർ മനസ്സിലാവാത്തവർ NCERT ഭാഗം കണ്ടിട്ട് തിരിച്ചു വരിക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ ബേസിക് ഡെഫിനേഷൻ ഓഫ് സൈൻ തീറ്റ ഒക്കെ പഠിച്ചില്ലായിരുന്നു. സൈൻ തീറ്റയുടെ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയുടെ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞു. കോസ് തീറ്റയുടെ യഥാർത്ഥ ഡെഫിനേഷൻ എന്താണ്? എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓൺ എക്സ് ആക്സിസും പ്രൊജക്ഷൻ ഓൺ വൈ ആക്സിസും. ടെക്നിക്കലി അത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഹിയർ. ഇവിടെ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് വരും, അതുകൊണ്ടാണ് കോസ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. സൈൻ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് തന്നെയാണ്, അതുകൊണ്ടാണ് സൈൻ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്വിക്ക് ആയിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് മൈനസ് 420 ഡിഗ്രി into cos of 390 degree plus cos of minus 660 degree into sin of 330 degree ഇതെന്ന് പറയുന്നത് -1 ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ അല്ലേ. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ എക്സ് ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്തെഴുതാം? പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് 360യെ എപ്പോ വേണമെങ്കിലും ഇതിൽ നിന്ന് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം അല്ലെ. അപ്പൊ ഈ സൈൻ ഓഫ് മൈനസ് 420 കൂടെ ഞാൻ 360 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 മൈനസ് 420 എന്ന് പറയുന്ന സെയിം സാധനം തന്നെ അല്ലേ. 360യെ എപ്പോഴും ഒരു ആംഗിളിന്റെ കൂടെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? കറങ്ങി തിരിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എഴുതാം. പിന്നെ ഇതിനെ കോസ് 360 പ്ലസ് 30 എന്ന് എഴുതി കൂടെ. 390യെ 360 പ്ലസ് 30, അതായത് അത് കോസ് 30ക്ക് ഈക്വലന്റ് ആണ്. ബിക്കോസ് 360 ഡിഗ്രി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അതേപോലെ തന്നെ ഇതില് കോസിന് ഇതിലും 360യുടെ ഏത് മൾട്ടിപ്പിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് 360 into 2 ആയിട്ടുള്ള 720 ഞാൻ ഇവിടെ ആഡ് ചെയ്ത് ആരും ആഡ് ചെയ്യരുതെന്ന് പറയില്ല. കാരണം സെയിം ആംഗിൾ തന്നെ വരും. 360യോ അതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആഡ് ചെയ്തോ ഒരു ഡിഫറൻസും വരത്തില്ല. പിന്നെ ഇതിനെ സൈൻ ഓഫ് 360 മൈനസ് 30 എന്ന് എഴുതാലോ, 330 ഡിഗ്രിയെ. ഇതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത് അല്ലെ. LHS ഇങ്ങനെ കൺവേർട്ട് ചെയ്യാലോ. അപ്പൊ ദിസ് ഇസ് സെയിം ആസ് സൈൻ ഓഫ് ഇത് 360 മൈനസ് 420 എന്ന് പറയുന്നത് -60 ആണ് അല്ലെ. ഇൻറ്റു കോസ് 30 ഡിഗ്രി വരും, പ്ലസ് കോസ് ഓഫ് 60 ഡിഗ്രി വരും,
ഇൻറ്റു സൈൻ ഓഫ് എത്രയാണ് 360 ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഇത് എത്രയാണ് -30 വരും. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ ഇതിനെ. ഇങ്ങനെ എഴുതാം. സൈൻ ഓഫ് -60 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 60 ആണ് അല്ലെ, ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 60, ഇവിടെയും മൈനസ് വരുന്നുണ്ട് അല്ലെ. സോ ഇൻറ്റു മൈനസ് കോസ് എന്ന് പറയുന്നത് 60 ഇൻറ്റു സൈൻ 30 ബിക്കോസ് സൈൻ ഓഫ് -30 എന്ന് പറയുന്നത് സൈൻ 30 തന്നെയാണ് അല്ലെ. ഇപ്പൊ ഇവിടെ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ക്യാൻ യു സി എ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോർമുല. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാലോ സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് സൈൻ ഓഫ് എ പ്ലസ് ബി ആണ്. അതായത് മൈനസ് സൈൻ 90 അതായത് -1 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഹാസ് ടു ബി -1 which is equal to RHS, hence proved. ഓക്കെ, വളരെ നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. നമ്മൾ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. നമുക്ക് കോംപ്ലിമെന്ററി ആംഗിൾസ് സപ്ലിമെന്ററി ആംഗിൾസും എല്ലാം അറിയാലോ. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി ആവുന്നത് തീറ്റയും ഫൈയും കോംപ്ലിമെന്ററി ആണെങ്കിൽ അതിന്റെ സമ്മ് 90 ആവണം അല്ലെ. പിന്നെ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് 180 ആകണം അല്ലെ. ഇതല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സൈൻ 18 സൈനിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് എന്താണ്? കോസ് 72 എന്ന് അറിയാം. കാരണം ഇതിന്റെ രണ്ടും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ 10th സ്റ്റാൻഡേർഡിലെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ. സൈൻ 18 എന്ന് പറയുന്നത് കോസ് 72 ആണ്. വേറൊരു കോട്ട് 36 ആണ്. കോട്ടിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ്? ടാൻ ആണ് അല്ലെ. ടാൻ എത്രയെന്നാ എഴുതാൻ പറ്റുന്ന? 54 എന്ന് എഴുതിക്കൂടെ? അതേപോലെ തന്നെ ഇപ്പം സീക്ക് 43 എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സെയിം ആസ് കൊസീക്ക് 47 ഇതൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളൊരു എന്താ പറയുന്നത് കഴിവ് പതുക്കെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അത് പതുക്കെ പതുക്കെ ഉണ്ടായി വരുന്നതാണ്. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? പിന്നെ നമുക്ക് വേണ്ടത് സൈൻ 120. ഇനിയിപ്പം നമുക്ക് സപ്ലിമെന്ററി ആംഗിളുകളുടെ കേസുകളും നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. നമ്മുടെ റൂൾ വെച്ച് തന്നെ എഴുതി പോകുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ വെച്ച് എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സെയിം റേഷ്യോ വെക്കുക, ക്വാഡ്രന്റ് നോക്കി സൈൻ ഇട്ട് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാം. വിച്ച് ആർ ഇൻകറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ്? ഒരു എക്സസൈസ് ചെയ്യാം. സൈൻ 1 റേഡിയൻ ഗ്രേറ്റർ ദാൻ 0 ആദ്യം ഞാൻ എഴുതുകയാണ്. സൈൻ 2 റേഡിയൻ ഉണ്ട്, സൈൻ 3 റേഡിയൻ ഉണ്ട്, സൈൻ 4 റേഡിയൻ ഉണ്ട്, സൈൻ റേഡിയൻ എന്ന് എഴുതണ്ട, സൈൻ 5 എന്ന് എഴുതിയാൽ മതി, സൈൻ 6 എന്ന് എഴുതിയാൽ മതി, സൈൻ 7 എന്ന് എഴുതിയാൽ മതി അല്ലെ. റേഡിയൻ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അതേപോലെ തന്നെ കോസ് 1 ഡിഗ്രി ഇട്ടില്ലെങ്കിൽ അത് റേഡിയൻ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ. കോസ് 2, കോസ് 3, കോസ് 4, കോസ് 5, കോസ് 6, കോസ് 7. അതേപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ടാനിന്റെ കേസ് എഴുതാം. ടാൻ 1, ടാൻ 2, ടാൻ 3, ടാൻ 4, ടാൻ 5, ടാൻ 6, ടാൻ 7. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കൊണ്ടുവരാം. ഇതെല്ലാം ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സമ്മതിക്കുമോ? ഇതെല്ലാം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 റേഡിയൻ എന്ന് പറയുന്നത് 57 അല്ലേ. 1 റേഡിയൻ എന്ന് പറയുന്നത് 57 ആണ്. 2 റേഡിയൻ എന്ന് പറയുന്നത് 2 × 57 114 അല്ലെ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ സൈഡിൽ 1 റേഡിയൻ 57 ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. 57 ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. 2 റേഡിയൻ എന്ന് പറയുന്നത് 114 ആണ്, അത് സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ. 3 റേഡിയൻ എന്ന് പറയുന്നത് 57 × 3 എന്ന് വരും, ക്ലോസ് ടു 171 എന്ന് വരും അല്ലെ. അത് തേർഡ് ക്വാഡ്രന്റ്. അങ്ങനെയാണെങ്കിൽ തേർഡ് അല്ലല്ലോ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ് അല്ലെ. 180 വരെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 4 റേഡിയൻ എന്ന് പറയുന്നത് 4 × 57 അപ്രോക്സിമേറ്റ്ലി ഇതൊന്ന് ഈക്വൽ ടു അല്ലെ, അപ്രോക്സിമേറ്റ്ലി 228 തേർഡ് ക്വാഡ്രന്റ് അല്ലെ. 180ക്കും 270ക്കും ഇടയ്ക്കുള്ളതെല്ലാം തേർഡ് ക്വാഡ്രന്റ് ആണ്. 5 റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 285 ആണ് അപ്രോക്സിമേറ്റ്ലി. അതെന്ന് പറയുന്നത് എവിടെ വരും? ഫോർത്ത് ക്വാഡ്രന്റ്. 6 റേഡിയൻ എന്ന് പറയുന്നത് 342 ആണ്, അത് എവിടെ വരുന്നത്? 342ഉം ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. 7 റേഡിയൻ എന്ന് പറഞ്ഞാൽ 399 ആണ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ടെക്നിക്കലി വരുമല്ലോ. 360 അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 33 അടുത്തെന്ന് പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഇനി നമുക്ക് എഴുതാലോ 1 എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്, ടാൻ പോസിറ്റീവ് ആണ്, അത് എഴുതാം. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ
2 റേഡിയൻ എന്ന് പറയുന്ന 114 ഡിഗ്രി ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് സൈൻ എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആണ്, ടാനും നെഗറ്റീവ് ആണ്. അടുത്തത് 3 റേഡിയൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. 4 എന്ന് പറയുന്നത് 228, തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, കോസ് നെഗറ്റീവ്, ടാൻ പോസിറ്റീവ്. 5 എന്ന് പറയുന്നത് 285 എന്ന് പറയുന്ന ഫോർത്ത് ക്വാഡ്രന്റ് അല്ലെ, ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്, ടാൻ നെഗറ്റീവ്. അതോടൊപ്പം തന്നെ 6 എന്ന് പറയുന്നതും ഫോർത്ത് ക്വാഡ്രന്റ് അല്ലെ, ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്, ടാൻ നെഗറ്റീവ്. സൈൻ 7 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. ഇങ്ങനെ വേണം നിങ്ങൾ റേഡിയന്റെ കാര്യത്തെ പറ്റി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സൈൻ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സൈൻ 1 ഡിഗ്രി, ട്രൂ ഓർ ഫോൾസ്? ഇപ്പം സൈൻ 1 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 57 ഡിഗ്രി ആണ് അല്ലെ. സൈൻ 57 ഗ്രേറ്റർ ദാൻ സൈൻ 1 ഡിഗ്രി. അതെ, നമുക്ക് 0, 1/2, 1/√2, √3/2, 1. 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ കൂടി വരും. അതായത് സൈൻ 1 ഡിഗ്രിയെക്കാട്ടിലും ഡെഫിനറ്റ്ലി കൂടിയതായിരിക്കും 57 ഡിഗ്രി. സോ ഇത് നമുക്ക് ട്രൂ ആണെന്ന് എഴുതാം. സോ നമുക്ക് എന്താ അറിയുന്നത്? സൈൻ വാല്യൂ ഇൻക്രീസസ് ഫ്രം 0 to 90 ഡിഗ്രി. ഈ കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ആരെങ്കിലും cos 1 ഗ്രേറ്റർ ദാൻ cos 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ, അതായത് cos ഓഫ് 57 ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ cos 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ വരും? ട്രൂ ഓർ ഫോൾസ്? അത് ഫോൾസ് ആയിട്ട് വരും അല്ലെ. കാരണം കോസിന്റെ വാല്യൂ ഡിക്രീസസ് ഫ്രം 0 to 90 ഡിഗ്രി. ഇങ്ങനല്ലേ, ഇത് ഫോൾസ് എന്ന് വരും. ഈ കാര്യം മനസ്സിലായല്ലോ. നോക്കാം. നമ്മൾ ഓൾറെഡി അറിയാം സൈൻ തീറ്റയുടെ റേഞ്ച് എവിടെ നിന്നാണ്? -1 to 1 ആണ്. മാക്സിമം വാല്യൂ 1 ഉം മിനിമം വാല്യൂ -1 ഉം. അതേപോലെ തന്നെ കോസ് തീറ്റയുടെ വാല്യൂ -1 to 1 ആണ്. മാക്സിമം വാല്യൂ 1 ഉം മിനിമം വാല്യൂ -1 ഉം ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇഫ് സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 പ്ലസ് സൈൻ തീറ്റ 3 അത് 3 ആണെങ്കിൽ what is the value of cos theta 1 plus cos theta 2 plus cos theta 3? മൂന്ന് സൈനുകളുടെ സമ 3 വരുന്ന എപ്പോഴാ? നമുക്കറിയാം മാക്സിമം വാല്യൂ ഇതിൻ്റെത് 1 ആണ്, ഇതിന്റെ മാക്സിമം വാല്യൂ എന്നാണ്, ഇതിന്റെ മാക്സിമം വാല്യൂ. ഇതെല്ലാം മാക്സിമം വാല്യൂ, ഓരോന്നും മാക്സിമം വാല്യൂ എടുത്താലേ അതിന്റെ സം 3 വരത്തുള്ളൂ. അതായത് സൈൻ തീറ്റ 1 ഉം 1 ആയിരിക്കണം, സൈൻ തീറ്റ 2 ഉം 1 ആയിരിക്കണം, സൈൻ തീറ്റ 3 ഉം 1 ആയിരിക്കണം. കാരണം 1ൽ കൂടുതലാകാൻ സാധിക്കത്തേ ഇല്ല സൈൻ തീറ്റ 1 സൈൻ തീറ്റയ്ക്ക് അല്ലെ. അതായത് ഈച്ച് ഓഫ് ദം ഷുഡ് ബി ഇൻഡിവിജ്വലി 1. അതായത് തീറ്റ 1 എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കണം. കാരണം സൈൻ 90 ഡിഗ്രി ആണ് 1. അതായത് അതേപോലെ തന്നെ തീറ്റ 2 ഉം 90 ഡിഗ്രി ആണ്, തീറ്റ 3 ഉം 90 ഡിഗ്രി ആയിരിക്കണം. ഈ ഒരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. cos 90 0, cos 90 0, cos 90 0. സോ ഫൈനൽ ആൻസർ ഷുഡ് ബി 0. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നു ഇത് അല്ലെ. ഇതൊരു പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, സ്റ്റാൻഡേർഡ് കോമ്പൗണ്ട് ആംഗിൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. സൈൻ ഓഫ് A പ്ലസ് ബി എല്ലാവരും പഠിച്ചില്ലേ? സൈൻ ഓഫ് A പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ A കോസ് ബി പ്ലസ് കോസ് A സൈൻ ബി എന്ന് നമുക്കറിയാം അല്ലേ. ഒന്ന് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ തന്നെ വീണ്ടും കണ്ട് നിങ്ങൾ പഠിച്ചങ്ങ് പോകും, അങ്ങനെ ഉള്ളു. പെട്ടെന്ന് എല്ലാം കൂടെ ആദ്യം തന്നെ കാണാൻ പഠിക്കണമെന്നില്ല. പക്ഷെ എല്ലാ ക്വസ്റ്റിനും വരുമ്പോൾ 2-3 പ്രാവശ്യം ഫോമുല ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ വീണ്ടും നോക്കാതെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, സൈൻ ഓഫ് A മൈനസ് ബിക്ക് എന്താണ്? സൈൻ A കോസ് ബി മൈനസ് കോസ് A സൈൻ ബി. അതായത് ഇതിന്റെ ഉള്ളിലുള്ള സൈൻ തന്നെ സൈനിന്റെ കേസിൽ പുറത്തു വരും അല്ലെ. അടുത്തത് കോസ് ഓഫ് A പ്ലസ് ബിയുടെ എന്താണ്? നമുക്കറിയാം കോസില് ഇവിടെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നത്. കോസ് ഓഫ് A പ്ലസ് ബിക്ക് എന്താ സംഭവിക്കുന്നത്? കോസ് A കോസ് ബി വരും, മൈനസ് സൈൻ A സൈൻ ബി വരും അല്ലെ. അതേപോലെ തന്നെ നമുക്ക് കോസ് ഓഫ് A മൈനസ് ബിയുടെ ഫോർമുല എന്ന് പറയുന്നത് കോസ് A കോസ് ബി പ്ലസ് സൈൻ A സൈൻ ബി എന്ന് വരും അല്ലെ. ഈ ഫോർമുലയൊക്കെ എല്ലാവർക്കും അറിയാലോ. അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ടാൻ ഓഫ് A പ്ലസ് ബിയുടെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഇസ് ടാൻ A പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ A ഇൻറ്റു ടാൻ ബി അല്ലെ. ദിസ് ഇസ് ടാൻ ഓഫ് A പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ ടാൻ ഓഫ് A മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ടാൻ A മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ A ടാൻ ബി. ഇതാണ് ഫോർമുല. ഇതെല്ലാം കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. കാണാതെ പഠിച്ചില്ലെങ്കിൽ പാടാകും, പക്ഷെ പതുക്കെ സമയം എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഒന്നും കൂടെ വേണമെങ്കിൽ കോട്ട് ഓഫ് A പ്ലസ് ബി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കോട്ട് ഓഫ് A പ്ലസ് ബി എന്ന് പറയുന്നത്
cot A plus cot B minus 1, no, cot A cot B, cot A cot B minus 1 divided by cot B plus cot A. അല്ല ഇതല്ലേ cot of A plus B. അതേപോലെ തന്നെ cot of A minus B ഫോർമുല എന്താണ്? cot A cot B plus 1 divided by cot B minus cot A. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ cot B plus cot A എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin of 45 plus theta into cos of 15 plus theta minus cos of 45 plus theta into sin of 15 plus theta. ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്താൽ ഇതും എ ആണ് ഇതും ബി ആണ്. സോ ക്യാൻ യു സീ എ sin a cos b minus cos a sin b ഫോർമുല? sin a നമുക്കറിയാം sin of a minus b യുടെ ഫോർമുലയാണ് sin a cos b minus cos a sin b അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ sin a cos b minus cos a sin b കണ്ടു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? sin of a എന്ന് പറയുന്ന 45 plus theta minus of 15 plus theta. അതായത് തീറ്റ കഴിഞ്ഞു പോയിട്ട് 45 minus 15 എന്ന് പറയുന്നത് 30 ഡിഗ്രി, sin 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആയിട്ട് വരുന്നതായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ലേ? സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 1/2 ഓവർ ഹിയർ. കാര്യം പിടിയിട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. വാല്യൂ ഓഫ് cos of 45 plus theta into cos of 15 plus theta plus sin of 45 plus theta into sin of 15 plus theta. നിങ്ങൾക്ക് ഇവിടെ cos a cos b plus sin a sin b കാണുന്നുണ്ടോ? a എന്ന് പറയുന്ന 45 plus thetaയും b എന്ന് പറയുന്ന 15 plus thetaയും. നമുക്കറിയാം cos of a minus b യുടെ ഫോർമുലയാണ് cos a cos b plus sin a sin b അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ cos a cos b plus sin a sin b എനിക്ക് cos of a minus b അതായത് 45 plus theta minus of 15 plus theta എന്ന് എഴുതാലോ. അതായത് cos of 30 ഡിഗ്രി. cos 30 ഡിഗ്രി എന്താണ്? ആൻസർ √3/2 ആകും. സോ ദി ആൻസർ വിൽ ബി √3/2. ഓക്കെ, ഈ കാര്യവും പിടികിട്ടിയല്ലോ? ഓൾ റൈറ്റ്, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഇഫ് സൈൻ ആൽഫ എന്ന് പറയുന്നത് 3/5 ആണെങ്കിൽ അതോടൊപ്പം തന്നെ cos ബീറ്റ എന്ന് പറയുന്നത് 9/41 ആണെങ്കിൽ ആൻഡ് ആൽഫയും ബീറ്റയും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിൽ then find sin of alpha minus beta and cos of alpha minus beta. ഇത്രയും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിൽ ഞാനിപ്പോ ഒരു ട്രയാങ്കിൾ വരച്ച സൈൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് അഡ്ജസന്റ് സൈഡ് 4 ആയിരിക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് cos ആൽഫ എന്തെന്ന് വരും? 4/5 എന്ന് കിട്ടും അല്ലെ? അതേപോലെ നമുക്ക് cos ബീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 41. ഈ സൈഡ് 40 ആയിരിക്കണമല്ലോ ബൈ പൈതഗോറസ് തിയറം. അങ്ങനെയാണെങ്കിൽ സൈൻ ബീറ്റ എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 41 വന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? നമുക്ക് പഠിക്കാനുള്ളത് സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ. അതിൽ സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്നാണ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ ആൽഫയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3/5. എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് എല്ലാം തന്നെ പോസിറ്റീവ് അല്ലേ? കോസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് ബീറ്റയുടെ വാല്യൂ 9/41 മൈനസ് കോസ് ആൽഫയുടെ വാല്യൂ എന്താണ്? 4/5. അതോടൊപ്പം സൈൻ ബീറ്റയുടെ വാല്യൂ ആണ് 40/41. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഉത്തരം എഴുതാവുന്നതല്ലേ ഉള്ളൂ അല്ലെ? എല്ലാവർക്കും ഉത്തരം എഴുതാലോ. അതേപോലെ തന്നെ കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റയിൽ എന്താ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് കോസ് ആൽഫ കോസ് ബീറ്റ പ്ലസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. എല്ലാ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാവരും കണ്ടുപിടിക്കത്തില്ലേ? നമ്പർ വെറും സോൾവിങ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യുമല്ലോ? ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, എനിക്ക് ഒരു മെത്തേഡ് കാണിച്ചു തരേണ്ട കാര്യമേ ഉള്ളൂ, ബാക്കി നമ്പറൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്തങ്ങ് പോവാന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് ബി മൈനസ് സി ഡിവൈഡഡ് ബൈ കോസ് ബി കോസ് സി പ്ലസ് സൈൻ ഓഫ് സി മൈനസ് എ ഡിവൈഡഡ് ബൈ കോസ് സി കോസ് എ പ്ലസ് sin of a minus b divided by cos a cos b. ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ.
മുകളിലുള്ളത് താഴെയുള്ളതിന്റെ എല്ലാ ഒരു പാറ്റേൺ സെയിം പാറ്റേൺ നമ്മൾ കണ്ടു. ഇതിന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം മാത്രം ഒന്ന് എടുത്തു നോക്കാം. അതായത് സൈൻ ഓഫ് ബി മൈനസ് സി. സൈൻ ഓഫ് ബി മൈനസ് സി നമുക്ക് സൈൻ ബി കോസ് സി മൈനസ് കോസ് സി സൈൻ ബി എന്ന് എഴുതാം അല്ലെ. ഡിവൈഡഡ് ബൈ കോസ് ബി കോസ് സി എന്ന് എഴുതാം. പ്ലസ് ബാക്കി രണ്ട് ടേം അവിടെ കിടക്കട്ടെ. ഇതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസിയും കോസിയും വെട്ടിപ്പോയി ടാൻ ബി ബൈ കോസ് ബി എന്ന് സൈൻ ബി ബൈ കോസ് ബി എന്ന് പറയുന്നത് ടാൻ ബി വന്നു. അതേപോലെ തന്നെ മൈനസ് കോസ് സി സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് ബി കോസ് സി എന്ന് പറയുന്നത് സൈൻ ബി ബൈ കോസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് ബി എന്ന് പറയുന്നത് ടാൻ ബി വന്നു. സോ നമുക്ക് സൈൻ ഓഫ് ബി മൈനസ് സി ബൈ കോസ് ബി കോസ് സി എന്ന് പറയുന്നത് ടാൻ ബി മൈനസ് ടാൻ ബി മൈനസ് ടാൻ സി വന്നു അല്ലെ. സോറി, വൺ സെക്കൻഡ്. ഇവിടെ നമുക്ക് സൈൻ ബി കോസ് സി മൈനസ് കോസ് ബി, ഇവിടെ സോറി ഇത് കോസ് ബി സൈൻ സി ആയിരുന്നേ, തെറ്റിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ ബി കോസി കോസിയും വെട്ടിപ്പോയി ടാൻ ബി വന്നു മൈനസ് ഇവിടെ എന്താണ് കോസ് ബിയും വെട്ടിപ്പോയി ടാൻ സി വന്നു. ഇങ്ങനല്ലേ, സെയിം പാറ്റേൺ അല്ലേ ഇവിടെ ഉള്ള. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കും എന്നറിയാലോ, ടാൻ സി മൈനസ് ടാൻ എ വരും എന്ന് എഴുതാം. അതേ പാറ്റേൺ തന്നെയാണല്ലോ അടുത്തുള്ളത്, അതിന് നമുക്ക് ടാൻ എ മൈനസ് ടാൻ ബി വരും എന്ന് എഴുതാം. എന്താ പറയുന്നത്? ടാൻ ബി മൈനസ് ടാൻ ബി ടാൻ സി മൈനസ് ടാൻ സി ടാൻ എ മൈനസ് ടാൻ എ എല്ലാം വെട്ടിപ്പോയി 0 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. RHS അല്ല, വാല്യൂ എന്ന് പറയുന്നത് 0 ആയി. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ മൊത്തത്തിൽ എല്ലാം ചെയ്യാതെ ഇതൊന്നും ചെയ്തപ്പോൾ ഒരു പാറ്റേണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇതൊക്കെയാണ് നമുക്ക് സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ സോൾവ് ചെയ്ത് ഒരെണ്ണത്ത് മാത്രം സോൾവ് ചെയ്യാൻ നമുക്കൊരു പാറ്റേൺ കിട്ടി, അടുത്തത് അത് തന്നെ ഫോളോ ചെയ്യുമെന്ന് നമുക്കറിയാം. എല്ലാം വെട്ടിപ്പോകുന്ന അറിയാം. വേണമെങ്കിൽ സമയം കളഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇത് ഇങ്ങനെ തന്നെ വരുമോന്ന്. ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെ വരണമല്ലോ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ടാൻ സ്ക്വയർ 2 തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 2 തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇതാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. മുകളിൽ ഒരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് നമുക്ക് എ പ്ലസ് ബി, അതായത് ടാൻ 2 തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു എ മൈനസ് ബി, അതായത് ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാലോ. ഡിവൈഡഡ് ബൈ ഈ 1നെ എനിക്ക് 1 സ്ക്വയർ എന്ന് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. അതായത് താഴെയും നിങ്ങൾ ഒരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം കാണുന്നുണ്ടോ? അതായത് എ പ്ലസ് ബി, അതായത് 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു എ മൈനസ് ബി, അതായത് 1 മൈനസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എഴുതാനായിട്ട് പറ്റുമെന്ന് അറിയാലോ. കാര്യം അറിയാലോ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ചെയ്യാം. ഇതിന് ഞാൻ ഇങ്ങനെ എഴുതാലോ, ടാൻ 2 തീറ്റ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്നുള്ളത് സെപ്പറേറ്റും ഇൻറ്റു ടാൻ 2 തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 2 തീറ്റ ഇൻറ്റു ടാൻ തീറ്റ, എല്ലാം അഡീഷനും സബ്ട്രാക്ഷനും ആയതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സാധനമാണല്ലോ. ഇതെന്താണ് ടെക്നിക്കലി? ഇത് ടാൻ ഓഫ് 2 തീറ്റ പ്ലസ് തീറ്റ അല്ലേ. ടാൻ ഓഫ് 2 തീറ്റ പ്ലസ് തീറ്റ ഞാൻ എക്സ്പെൻഡ് ചെയ്ത് എന്ത് കിട്ടും? ടാൻ ഓഫ് എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി കിട്ടുന്നു. അതേപോലെ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്താണ് ടാൻ ഓഫ് എ മൈനസ് ബി ഫോർമുല കിട്ടുന്നുണ്ടോ? ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി, അതായത് ഇത് ടാൻ ഓഫ് 2 തീറ്റ മൈനസ് തീറ്റയാണ്. ദിസ് ഇസ് സെയിം ആസ് ടാൻ ഓഫ് 3 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് തീറ്റ. ഇതായിരിക്കണം നമ്മുടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസർ. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമല്ലായിരുന്നോ? ഓക്കെ, ഇപ്പൊ വീണ്ടും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഓർക്കുക, ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. ഈ റീഅറേഞ്ച്മെന്റ് ചെയ്ത് എന്തിനാണ്? ആ ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ. അതേപോലെ തന്നെ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്ന് പറയുന്നത് ടാൻ ഓഫ് എ മൈനസ് ബി ആണ്. അതും നമുക്ക് കിട്ടി. ഇത്രയുള്ള കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യം ചെയ്തു തീർത്തു അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ടാൻ ഓഫ് 8 തീറ്റ മൈനസ് ടാൻ ഓഫ് 6 തീറ്റ മൈനസ് ടാൻ ഓഫ് 2 തീറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കറ്റിൽ കിടന്ന് ഓടുന്ന ഒരു ചോദ്യമാണിത്. ഇതിന്റെ മെത്തേഡ് നിങ്ങൾ പഠിക്കുക. ഇത് 80 അല്ല 8 തീറ്റ ആണ്. ഇൻറ്റു ടാൻ ഓഫ് 6 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് 2 തീറ്റ തീറ്റയാണ്. ഓക്കെ, സോ യു ഹാവ് ടു പ്രൂവ് ദാറ്റ് LHS is equal to RHS. ഓർക്കുക, ഇതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇവിടെ ഓർക്കുക, 3 ആംഗിളുകളുടെ കളിയല്ലേ, 8 തീറ്റ 6 തീറ്റ 2 തീറ്റ. ഈ ഫോമിൽ എപ്പം ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ഓർക്കുക, നിങ്ങൾക്ക് വലിയതെന്ന് പറയുന്നത് ചെറിയ രണ്ടിന്റെയും സം ആയിരിക്കും.
ഈ ഒരു ഫോർമാറ്റിൽ എപ്പം കണ്ടു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, ഇങ്ങനെ ഒരു ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എപ്പം കണ്ടു കഴിഞ്ഞാൽ വളരെ ജെഇക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോർമാറ്റ് ആണിത്. ഓക്കെ, അപ്പൊ 8 തീറ്റ എന്ന് പറയുന്നത് 6 തീറ്റ പ്ലസ് 2 തീറ്റ അല്ലേ, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് വിത്ത് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ദ ലാർജർ ആംഗിൾ. ഓക്കെ, വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ലാർജർ ആംഗിൾ, അതായത് ടാൻ ഓഫ് 8 തീറ്റ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് നമുക്ക് ടാൻ ഓഫ് 6 തീറ്റ പ്ലസ് 2 തീറ്റ എന്ന് എഴുതാമല്ലോ, ആരും നോ പറയില്ലല്ലോ. ടാൻ ഓഫ് 8 തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയെന്ന് എഴുതാമല്ലോ. സോ ടാൻ ഓഫ് 8 തീറ്റ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ടാൻ എ പ്ലസ് ടാൻ ബി, ടാൻ 6 തീറ്റ പ്ലസ് ടാൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 6 തീറ്റ ഇൻറ്റു ടാൻ 2 തീറ്റ എന്ന് എഴുതുന്നതിൽ ആരും കുറ്റം പറയില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. ടാൻ 8 തീറ്റ എന്ന് പറയുന്നത് ടാൻ 6 തീറ്റ പ്ലസ് 2 തീറ്റ എന്നായി അല്ലെ. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും, ടാൻ 8 തീറ്റ മൈനസ് ടാൻ 8 തീറ്റ ഇൻറ്റു ടാൻ 6 തീറ്റ ഇൻറ്റു ടാൻ 2 തീറ്റ. അതെന്ന് പറയുന്നത് ടാൻ ഓഫ് 6 തീറ്റ പ്ലസ് ടാൻ ഓഫ് 2 തീറ്റ എന്ന് വരും. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, നമുക്ക് കിട്ടി ടാൻ ഓഫ് 8 തീറ്റ മൈനസ് ടാൻ ഓഫ് 6 തീറ്റ മൈനസ് ടാൻ ഓഫ് 2 തീറ്റ എന്ന് പറയുന്നത് ടാൻ ഓഫ് 8 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് 6 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് 2 തീറ്റ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തില്ലേ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ ഒരു പാറ്റേൺ കാണുമ്പോൾ ഓർക്കുക, ജെഇക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, നമുക്ക് സിമിലർ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ ഓഫ് 3 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് 2 തീറ്റ ഇൻറ്റു ടാൻ ഓഫ് തീറ്റ is equal to tan of 3 theta minus tan of 2 theta minus tan theta. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് വന്ന സെയിം ഫോർമാറ്റ് അല്ലേ, 3 തീറ്റ എന്ന് പറയുന്നത് 2 തീറ്റ പ്ലസ് തീറ്റ ആണ്. സെയിം രീതിയിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. എല്ലാവരും പ്രൂവ് ചെയ്യണേ, അന്നേരം നിങ്ങൾക്കൊന്ന് മനസ്സിൽ ഒന്നും കൂടെ ഒന്ന് തറോ ആയിട്ട് വരും ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, tan of 15 ഡിഗ്രി പ്ലസ് tan of 30 ഡിഗ്രി പ്ലസ് tan of 15 ഡിഗ്രി ഇൻറ്റു ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1 എന്ന് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1. ഇത് 1 എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ദിസ് ഇസ് സെയിം ആസ് പ്രൂവിങ് ടാൻ 15 ഡിഗ്രി പ്ലസ് ടാൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ 15 ഡിഗ്രി മൈനസ് ഇൻറ്റു ടാൻ 30 ഡിഗ്രി അല്ലെ. ഇത് രണ്ടും പ്രൂവ് ചെയ്യുന്ന സെയിം തന്നെ അല്ലേ. ദിസ് ഇസ് സെയിം ആസ് പ്രൂവിങ് ദിസ്, അതായത് ദിസ് ഇസ് സെയിം ആസ് പ്രൂവിങ് ടാൻ 15 ഡിഗ്രി പ്ലസ് ടാൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 15 ഡിഗ്രി ഇൻറ്റു ടാൻ 30 ഡിഗ്രി 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ പോരെ അല്ലെ. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിട്ട് വരുമല്ലോ. ഇതെന്താണ്, ക്യാൻ യു സീ എ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഫോം ഹിയർ. ടാൻ എ അതായത് LHS എന്ന് പറയുന്ന ടാൻ ഓഫ് 30 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി ആണല്ലോ, അതാണ് 1 എന്ന് പറയുന്നത്. അതായത് ടാൻ 45 ഡിഗ്രി നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഹെൻസ് നമുക്ക് തന്നിരിക്കുന്ന ഈ സാധനവും പ്രൂവ്ഡ് തന്നെയാണ്. ഓക്കെ, ഈസിയസ്റ്റ് മെത്തേഡ് ടു പ്രൂവ് എന്ന് പറയുന്നത് ഇത് തന്നെ അല്ലേ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഒന്നിനെ ഇങ്ങനെ സമ്മൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. സെയിം രീതിയിൽ നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യാമല്ലോ. ചോദ്യം ഇതാണ്, ടാൻ ഓഫ് 36 ഡിഗ്രി പ്ലസ് ടാൻ ഓഫ് 9 ഡിഗ്രി പ്ലസ് ടാൻ ഓഫ് 36 ഡിഗ്രി ഇൻറ്റു ടാൻ ഓഫ് 9 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണെന്നുള്ളത് സെയിം വേയിൽ ഒന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൂവ് ചെയ്തേക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ്, വീണ്ടും വളരെ ഇമ്പോർട്ടന്റ്, cos 10 ഡിഗ്രി പ്ലസ് സൈൻ 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ cos 10 ഡിഗ്രി മൈനസ് സൈൻ 10 ഡിഗ്രി. ഇത് ടാൻ 55 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് LHS എന്ന് പറയുന്നത് cos 10 ഡിഗ്രി പ്ലസ് സൈൻ 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ cos 10 ഡിഗ്രി മൈനസ് സൈൻ 10 ഡിഗ്രി. LHSനെ ഞങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും cos 10 ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ എന്ത് പറ്റും, cos 10 ഡിഗ്രി ഡിവൈഡ് ബൈ cos 10 ഡിഗ്രി 1 പ്ലസ് സൈൻ 10 ഡിഗ്രി ബൈ cos 10 ഡിഗ്രി ടാൻ 10 ഡിഗ്രിയും ഡിവൈഡഡ് ബൈ cos 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ cos 10 ഡിഗ്രി 1 ഇത് ടാൻ 10 ഡിഗ്രി ആവും. എന്താ ചെയ്താൽ അന്നേരം LHSലെ എല്ലാ ടേംസിനെയും ഞാൻ cos 10 ഡിഗ്രി ഉണ്ട്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും cos 10 ഡിഗ്രി ഉണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ ഈ കാര്യത്തില്
ഒരു കാര്യം ചെയ്യാൻ പോകണം. ഈ 1 ന്യൂമറേറ്റർ ഉള്ള 1നെ എനിക്ക് tan 45 ഡിഗ്രി എന്ന് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. ന്യൂമറേറ്ററിലുള്ള 1 എന്ന് പറയുന്നത് tan 45 ഡിഗ്രി അല്ലേ. സോ ഇന്നീ തൊട്ട് നിങ്ങൾ 1 ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് കാണേണ്ടി വരും, ചിലപ്പം അത് tan 45 ആണെന്ന് കാണേണ്ടി വരും, ചിലപ്പോൾ sin 90 ആണെന്ന് കാണേണ്ടി വരും. ചോദ്യത്തിന് അനുസരിച്ച് ഇങ്ങനത്തെ കൺവേർഷൻസ് ചെയ്യാൻ പഠിക്കണം. അത് പതുക്കെ പഠിക്കുന്നതാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ പതുക്കെ കുറെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ സിഗ്നൽ തന്നു തുടങ്ങും. ഓക്കെ, അങ്ങനെ എഴുതാലോ. പ്ലസ് tan 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഈ tan 10 ഡിഗ്രിയുടെ കൂടെ ഒരു 1 ഉണ്ടല്ലോ, അതിനെ എനിക്ക് tan 45 ഡിഗ്രി എന്ന് എഴുതുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ. ഇവിടെ ഒരു tan 10 ഡിഗ്രി ഉണ്ട്, അത് സെയിം ആസ് 1 into tan 10 ഡിഗ്രി അല്ലേ. ആ 1നെ ഞാൻ tan 45 ഡിഗ്രി എന്ന് എഴുതുന്ന കാര്യം കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്? ഇപ്പൊ ഒരു യുറേക്ക മൂവ്മെന്റ് വരുന്നുണ്ട്. കാരണം അല്ലേ, tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b ഫോം വന്നോ? കണ്ടില്ലേ? അതായത് tan a പ്ലസ് tan b ഡിവൈഡ് ബൈ 1 മൈനസ് tan a tan b എന്ന് പറയുന്നത് tan of a പ്ലസ് b യുടെ ഫോം അല്ലേ ഇത്? അതായത് this is same as tan of 55 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പൊളി ചോദ്യങ്ങളാണ് നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കളികളൊന്നും അല്ല കളിക്കുന്നത്, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആരും തന്നെ ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കും. ഞാൻ ഒന്നുമില്ല, ഞാൻ ടീച്ചിങ് മൊത്തത്തിൽ തന്നെ ജെഇയുടെ ടീച്ചിങ് മൊത്തത്തിൽ ഞാൻ 7 വർഷമായിട്ട് ടോപ്പ് റാങ്ക്ഡ് IITians ക്രിയേറ്റ് ചെയ്ത കാര്യമല്ല, കേരളത്തിൽ ആദ്യമായിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ഒരു കാര്യം പോലും, എനിക്കറിയാവുന്ന ഒരു കാര്യം പോലും ഞാൻ വിട്ട് കളയുന്നില്ല പെയ്ഡ് ക്ലാസ്സസിനായിട്ടൊന്നും. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പെയ്ഡ് ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതല്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ് അറ്റ് ഓൾ. ഐ എം ഗോയിങ് ടു ഗിവ് യു ഫ്രീ ഓഫ് കോസ്റ്റ്. സോ പ്ലീസ് ഹെൽപ്പ് മീ. Please share this video with everyone who wants to crack JEE examination. Okay, കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് നോട്ടുകൾ എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. ആദ്യത്തെ ഒരു നോട്ട് എന്ന് പറയുന്നത് if a plus b equal to 90 degree then tan a into tan b is 1. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്, ഞാനിപ്പം a പ്ലസ് ബി 90 ആണെങ്കിൽ a 90 മൈനസ് ബി എന്ന് എഴുതാം. രണ്ട് സൈഡിലും tan എഴുതി കഴിഞ്ഞാൽ tan a is equal to tan of 90 മൈനസ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതായത് tan a is equal to cot b എന്ന് എഴുതാൻ പറ്റും. അതായത് tan a is equal to cot b എന്ന് പറയുന്നത് 1 by tan b അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് tan a into tan b 1 ആണ്. സോ എപ്പോഴും ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റിലേഷൻ വീണ്ടും നമ്മൾ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരും. എന്നാലും ഇപ്പൊ ഒന്ന് പെട്ടെന്ന് ഓർക്കുക, a പ്ലസ് ബി 90 ആണെങ്കിൽ tan a into tan b 1 ആയിരിക്കും. ഇതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് സമയം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ യൂസ് എവിടെയാ വരുന്നത്? യൂസ് ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. tan 1 ഡിഗ്രി ഇൻറ്റു tan 2 ഡിഗ്രി ഇൻറ്റു tan 3 ഡിഗ്രി ഇൻറ്റു എക്സെട്ര ഇൻറ്റു tan 88 ഡിഗ്രി ഇൻറ്റു tan 89 ഡിഗ്രിയുടെ വാല്യൂ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അല്ലെ. സി 1 plus 89 90 ആയതുകൊണ്ട് tan 1 into tan 89 1 വന്നു. അതേപോലെ തന്നെ tan 2 into tan 88 2ഉം 88ഉം ആഡ് ചെയ്ത് 90 വരുന്നതുകൊണ്ട് tan a into tan b എന്ന് പറയുന്നത് 1 വരും. ഇങ്ങനെ എത്ര പെയേഴ്സ് വരും? 44 പെയേഴ്സ് വരും അല്ലെ. 44 പെയേഴ്സ് വരും 1 വെച്ച്. പിന്നെ ഇടയ്ക്കുള്ളത് ഏതാ? tan 45 മാത്രമേ ഉള്ളൂ പേരിൽ, അതും 1 ആണ്. സോ ഫൈനൽ ആൻസർ 1 എന്ന് വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തൊരു ചോദ്യമാണിത് അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പോവുകയാണ്. അതിനു മുന്നേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നിങ്ങളും വെള്ളം വേണമെങ്കിൽ കുടിച്ചോ. എല്ലാരെയും വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: if sin alpha into sin beta minus cos alpha into cos beta plus 1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ then prove that 1 plus cot alpha into tan beta is 0 അല്ലെ. ഇത് 1 ആണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. 1നെ ലെഫ്റ്റിൽ പിടിച്ചിട്ട് ബാക്കിയുള്ളതിനെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ എന്ന് പറയുന്നത്
സൈൻ ബീറ്റ എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് കിട്ടും. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് എ പ്ലസ് ബി അല്ലെ. അത് നമുക്ക് കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ 1 എന്ന് കിട്ടി. അതായത് കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി സെയിം ആസ് കോസ് ഓഫ് 90 ഡിഗ്രി അല്ലെ. അല്ല, കോസ് ഓഫ് 90 ഡിഗ്രി അല്ല, കോസ് ഓഫ് 0 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. അതായത് ആൽഫ പ്ലസ് ബീറ്റ 0 ആണ്. കോസ് 0 എന്ന് പറയുന്നല്ലേ 1. ആ 1ന് നമുക്ക് കോസ് 0 എന്ന് എഴുതാലോ. അതാ ഞാൻ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞത്. ചിലപ്പോഴൊക്കെ 1 നമ്മൾ ടാൻ 45 ആണെന്ന് ഓർക്കണം, കോസ് 0 ആണെന്ന് ഓർക്കണം. ചോദ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് പതുക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? അത് 0 എന്ന് മനസ്സിലായി. നമുക്കിനി വേണ്ടത് 1 പ്ലസ് കോട്ട് ആൽഫ കോട്ട് ബീറ്റ കോട്ട് ആൽഫ ടാൻ ബീറ്റ അല്ലേ, അതിനെയല്ലേ നമുക്ക് 0 ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. 1 പ്ലസ് കോട്ട് ആൽഫ ടാൻ ബീറ്റ അല്ലെ. സോ ഇതെന്ന് പറയുന്നത് 1 പ്ലസ് കോസ് ആൽഫ ബൈ സൈൻ ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ അല്ലെ. LCM എടുത്തു കഴിഞ്ഞാൽ സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ബീറ്റ എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ എന്താ? കോസ് എ കോസ് ബി പ്ലസ് cos a cos b plus sin a sin b, that is നമുക്ക് sin a cos b plus cos a sin b അല്ലെ. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ, സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളതിന് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ബീറ്റ. നമുക്ക് ഓൾറെഡി അറിയാം സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ 0 ആണ്. 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് 0 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഇസ് 0, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ഇങ്ങനെ സൈൻ ആൽഫ കോസ് ബീറ്റയുടെ ഒക്കെ കളി. ഓക്കെ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിലും പഠിച്ചു പോവുക. ട്രിഗ്നോമെട്രി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ കുറെ ഫോർമുല കാണാൻ പഠിച്ചു പോകാതെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അഡീഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പൊളിക്കും. നന്നായിട്ട് തന്നെ ഇതൊക്കെ പഠിക്കും. ഓക്കെ, അടുത്തത് നമ്മൾക്കൊന്ന് റിവിഷൻ, കോമ്പൗണ്ട് ആംഗിൾസിനെ പറ്റിയുള്ളൊരു ക്വിക്ക് റിവിഷൻ വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. നമുക്കറിയാം ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് tan a plus tan b divided by 1 minus tan a into tan b ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ if alpha plus beta I mean a plus b എന്ന് പറയുന്നത് pi by 2 90 ഡിഗ്രി എന്ന് പറയുന്നത് pi by 2 ആണെങ്കിൽ നമുക്കറിയാം tan a into tan b എന്ന് പറയുന്നത് 1 ആണെന്നും നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്യാം. if a plus b is pi by 4 then find the value of 1 plus tan a into 1 plus tan b. വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ a പ്ലസ് ബി എന്ന് പറയുന്നത് പൈ ബൈ 4 ആണെങ്കിൽ നമ്മൾ ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 ആണല്ലോ അല്ലെ. അതായത് ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. ടാൻ ഓഫ് എ പ്ലസ് ബി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി അല്ലെ. ഇത് 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇത് 1 ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഉള്ളത് ഇപ്പോൾ ടാൻ എ, ഓക്കെ, സോ നമുക്കിപ്പോ ഉള്ളത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് പറയുന്നത് 1 ആണെന്നുള്ളത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ ടാൻ എ പ്ലസ് ടാൻ ബി എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ എ ടാൻ ബി ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ എ ടാൻ ബി എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇനി രണ്ട് സൈഡിൽ ഞാനൊരു 1 അങ്ങ് ആഡ് ചെയ്യുകയാണ്. എന്തിനാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ, 1 പ്ലസ് ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ എ ടാൻ ബി. ഇതൊക്കെ നിങ്ങൾക്ക് പതുക്കെ വരുന്ന കാര്യമാണ്. ഈ അഡീഷൻ ഒക്കെ നിങ്ങൾ പതുക്കെ അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് തുടങ്ങും. ഇത് എവിടെ നിന്നാണ് മാനത്തൊന്ന് പൊട്ടുകുളച്ച് വരുന്നതാണോ ഈ ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഇത് പ്രാക്ടീസിലൂടെ വരുന്നതാണ്. ആദ്യത്തെ എന്തെങ്കിലും കിട്ടാത്തവര് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഇത് രണ്ടിലും ഞാൻ എന്താ ചെയ്യുന്നത്, ഈ 1 പ്ലസ് ടാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇതിൽ രണ്ടിലും ഞാനൊരു ടാൻ ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ ബാക്കി വരുന്നത്? 1 പ്ലസ് ടാൻ എ ബാക്കി വരും അല്ലെ. ടാൻ ബി ഇൻറ്റു 1 പ്ലസ് ടാൻ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇത് 2 എന്ന് വരും. ഇനി ഇതിൽ രണ്ടിലും ഞാൻ 1 പ്ലസ് ടാൻ എ കോമൺ എടുത്താൽ 1 പ്ലസ് ടാൻ എ ഇൻറ്റു 1 പ്ലസ് ടാൻ ബി എന്ന് ബാക്കി വന്നല്ലോ. അതെന്ന് പറയുന്നത് 2 എന്ന് വന്നല്ലോ. ഇതല്ലായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം എന്ന് പറയുന്നതും വാല്യൂ ഓഫ് 1 പ്ലസ് ടാൻ എ ഇൻറ്റു 1 പ്ലസ് ടാൻ ബി അത് 2 എന്ന് കിട്ടി. ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്തില്ലേ. ഇത് നമ്മുടെ മെത്തേഡ് 1 ഓഫ് ഡൂയിങ് ഇറ്റ്. നമുക്ക് ഇനി മെത്തേഡ് 2ലേക്ക് കിടക്കാം.
മെത്തേഡ് 2. ഒന്നിൽ കൂടുതൽ മെത്തേഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് taking your brain through different routes so that when you see a new question, your brain remembers this route can be taken. If possible, take this route and get the answer. That's it. Okay, കുറച്ച് സമയം എടുക്കും നമ്മൾ പല പല റൂട്ടിലൂടെ പോകാം. അപ്പൊ നമുക്ക് വീണ്ടും ചോദിച്ചിരിക്കുന്നത് 1 plus tan A into 1 plus tan B എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 1 plus tan A into നമുക്ക് 1 plus tan B നമുക്കറിയാം a plus b pi by 4 ആണ് വന്നിട്ടുണ്ട്. അതായത് b pi by 4 minus a ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. b pi by 4 minus a ആയിട്ട് എഴുതാം. ഇവിടെ ഞാൻ pi by 4 minus a ആയിട്ട് എഴുതുകയാണ്. അതിൽ ആരും തെറ്റ് പറയില്ലല്ലോ. ഇങ്ങനെ എഴുതുകയാണ്. അതായത് 1 plus tan A into 1 plus ഇവിടെ tan of a minus b ഫോർമുല അപ്ലൈ ചെയ്യാണ്. tan A അതായത് tan pi by 4 അതായത് 1 minus tan b b യുടെ സ്ഥാനത്ത് a ആയതുകൊണ്ട് divided by 1 plus tan pi by 4 into tan A എന്ന് എഴുതാനായിട്ട് സാധിക്കുമല്ലോ. ഇങ്ങനെ എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. This is 1 plus tan A into LCM എടുത്തു കഴിഞ്ഞാൽ 1 plus tan A plus 1 minus tan A divided by 1 plus tan A എന്ന് വരും. 1 plus tan A 1 plus tan A വെട്ടിപ്പോയി, tan A minus tan A വെട്ടിപ്പോയി, 1 plus 1 2 എന്ന് പറഞ്ഞു. This is equal to the answer. പ്രൂവ് ചെയ്യാനല്ല, അതുകൊണ്ട് RHS അല്ല. This is the second method for doing it. Okay, സോ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്താണ് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് എങ്ങനെയാണ് നമ്മൾ ജെഇക്ക് പഠിച്ചു പോകുന്നത്, കാരണം ഇന്റഗ്രേഷനിലൊക്കെ ഈ ഫോർമുല പെട്ടെന്ന് കാണും. എപ്പം നിങ്ങൾ tan of pi by 4 plus theta കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരണം, that is nothing but 1 plus tan theta divided by 1 minus tan theta. അപ്പൊ 1 plus tan theta by 1 minus tan theta എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരണം. ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടൊന്നുമല്ല, പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരണം അതെന്താണ് tan of pi by 4 plus theta. അതേപോലെ തന്നെ tan of pi by 4 minus theta എന്ന് പറയുന്നത് 1 minus tan theta divided by 1 plus tan theta ആണ് വരുന്നതെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വരണം. അപ്പൊ 2 ഫോർമുലയും കൂടെ അഡീഷൻ ആയി. ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. പതുക്കെ നിങ്ങൾ ഇപ്പൊ ആദ്യമേ കാണുമ്പോൾ തന്നെ ഓർമ്മ വന്നില്ലെങ്കിലും പതുക്കെ ഓർമ്മ വന്നു തുടങ്ങും. അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അവസാനത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഇസ് സി ആൻഡ് ഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സി ആൻഡ് ഡി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക് മാത്തമാറ്റിക്സിൽ ഒരു കാര്യം പഠിപ്പിച്ചായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ബേസിക് മാത്തമാറ്റിക്സ് ഒന്ന് കാണണം. അതിൽ പറയുന്നത് കോമ്പണന്റോ ഡിവിഡൻഡോ റൂള്. ഓക്കെ, നമുക്ക് IIT JEEക്ക് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ഫ്രീക്വന്റ്ലി കാണുന്ന ഒരു ടൈപ്പാണ് ഇത്. കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം a by b c by d ആണെങ്കിൽ നമുക്കറിയാം a plus b divided by a minus b should be equal to c plus d divided by c minus d. ഇതല്ലേ കോമ്പണന്റോ ഡിവിഡൻഡോ പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതാം, എന്നിട്ട് നമുക്ക് അതങ്ങ് സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ എഴുതാം. ഞാൻ ആദ്യത്തെ ചോദ്യം, എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഞാൻ ചോദ്യങ്ങൾ ആദ്യം തരുന്നതിന് ഒരു റീസൺ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇഫ് tan A is equal to x tan B, then show that sin of A minus B divided by sin of A plus B is equal to x minus 1 divided by x plus 1. ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, if y sin phi is equal to x times of sin of 2 theta plus phi, okay, then show that x plus y times of cot of theta plus phi is equal to y minus x times of cot theta. ഇതും പ്രൂവ് ചെയ്യണം. അടുത്തത് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, if tan of A plus B is equal to 3 tan A, then show that sin of 2A plus B is equal to 2 sin B. ഇതും show that ആണ്. അടുത്തത് D, 3 tan theta ഓക്കെ 3 tan theta into tan phi എന്ന് പറയുന്ന 1 ആണെങ്കിൽ, ഓക്കെ 3 tan theta into tan phi, ഓക്കെ 3 tan theta into tan phi എന്ന് പറയുന്ന 1 ആണെങ്കിൽ, then prove that 2 times of cos of theta plus phi എന്ന് പറയുന്ന cos of theta minus phi. ഇതെല്ലാം കോമ്പണന്റോ ഡിവിഡൻഡോ ബേസ്ഡ് ചോദ്യമാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം തരുമ്പോൾ ആരും പറയാൻ പോകുന്നില്ല ഡു ഇറ്റ് ബൈ കോമ്പണന്റോ ഡിവിഡൻഡോ എന്നൊന്നും.
അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ബൾബ് കത്തുന്നത്, ഇതൊരു കോമ്പണന്റോ ഡിവിഡന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഒരു ഫീൽ നമുക്ക് എടുക്കാം. ഇതിന്റെ ഫീൽ എന്താണ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു തീറ്റ പ്ലസ് 5 ഫോമും തീറ്റ മൈനസ് 5 ഫോമും ഇവിടെ കാണുന്നുണ്ട് അല്ലെ. നമുക്കറിയാം എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഫോം ആണ് കോമ്പണന്റോ ഡിവിഡന്റോ. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിൽ തീറ്റ പ്ലസ് 5 തീറ്റ മൈനസ് 5, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ് മൈനസ് 1 ഫോമും എക്സ് പ്ലസ് 1 ഫോമും കാണുന്നുണ്ട്. എക്സ് പ്ലസ് വൈയും ഓർ വൈ പ്ലസ് എക്സും വൈ മൈനസ് എക്സും ഫോം കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനത്തെ ഫോമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം ഇത് കോമ്പണന്റോടെ കളിയാണ്, വേറെ ചെറിയ കളിയൊന്നും അല്ല. ഇത് മനസ്സിലാക്കാൻ പഠിച്ചല്ലോ. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങാം. നമുക്ക് താഴേന്ന് തുടങ്ങാം. ഓക്കെ, ഡിയിൽ നിന്ന് തുടങ്ങാം. സോ നമ്മുടെ ഡി ചോദ്യം എന്താ തന്നിരിക്കുന്നത്? ഡി ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് 3 tan തീറ്റ ഇൻറ്റു ടാൻ 5 എന്ന് പറയുന്ന 1 ആന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് വേണ്ടത് എന്താണ്? prove that 2 cos of theta plus 5 എന്ന് പറയുന്നത് cos of theta minus 5. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയായാലും കോമ്പണന്റോ ഡിവിഡന്റോ ആണെന്ന് നമുക്ക് ഏകദേശം ഒരു ഫീൽ കിട്ടി. ഇനി എങ്ങനെ സോൾവ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പണന്റോ ഡിവിഡന്റോയ്ക്കായിട്ട് ആദ്യം ഒരു റേഷ്യോ വേണ്ടി. ഇവിടെ റേഷ്യോ ഉണ്ടോ? ഉണ്ടല്ലോ. 3 tan theta into tan 5, അതായത് tan theta into tan 5 എനിക്ക് 1/3 എന്ന് എഴുതാലോ. റേഷ്യോ ആയല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ടാൻ തീറ്റയെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ടാൻ 5 സൈൻ 5 ബൈ കോസ് 5 എന്ന് നമുക്ക് എഴുതാം. ഇത് 1/3 എന്ന് എഴുതാം അല്ലെ. ഇപ്പം നിങ്ങൾക്ക് ഒരു റേഷ്യോ കിട്ടി, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ഫോം. ഇതിൽ കോമ്പണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്താൽ എന്താ കോമ്പണന്റോ ഡിവിഡന്റോ പറയുന്നത്? ഇഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി then a plus b divided by a minus b should be same as c plus d divided by c minus d. അങ്ങനെയാണെങ്കിൽ sin theta into sin 5 divided by cos theta into cos 5 1/3 ആണെങ്കിൽ ഇതിന്റെ അത് കോമ്പണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? sin theta into sin 5 plus cos theta into cos 5 അല്ലെ, divided by sin theta into sin 5 minus cos theta into cos 5 എന്ന് പറയുന്ന റൈറ്റ് സൈഡിലും അത് തന്നെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1 plus 3 divided by 1 minus 3. ഇങ്ങനെയല്ലേ കോമ്പണന്റോ ഡിവിഡന്റോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ എന്താ നമുക്കുള്ളത്? sin a sin b plus cos a cos b അല്ലേ. അതായത് cos of a minus b, അതായത് cos of theta minus 5 ആണ് മുകളിലുള്ളത് അല്ലെ. താഴെയുള്ളത് എന്താണ്? ഇത് മൈനസ് ഓഫ് cos theta cos 5 minus sin theta sin 5, അതായത് cos of theta plus 5. ആ മൈനസ് ഓഫ് ഓർക്കണേ, കാരണം നമ്മുടെ cos of theta plus 5 ആദ്യം cos theta cos 5 ആ വരുന്നത്. ഇത് മൈനസ് ഓഫ് cos theta plus 5 ആണ് അല്ലെ. ഓർഡർ ഇമ്പോർട്ടന്റ് ആണല്ലോ. is equal to 4 divided by minus 2. മൈനസും മൈനസും വെട്ടിപ്പോയി ഇതങ്ങ് 2 ആയി അല്ലെ. ഇനിയിപ്പം ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയല്ലോ, ആൻസർ കിട്ടി. cos of theta minus 5 എന്ന് പറയുന്നത് 2 times of cos of theta plus 5 എന്ന് കിട്ടി. hence proved. ഇതല്ലായിരുന്നോ പ്രൂവ് ചെയ്യേണ്ട? കോമ്പണന്റോ ഡിവിഡന്റോ പുള്ളിയല്ലേ അല്ലെ. ചെയ്തു. ഡി ചോദ്യം നമ്മൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയും കൂടെ ചെയ്യാം. എയും ബിയും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സിയിലേക്ക് കിടക്കാം. സിയുടെ ചോദ്യം എന്താണ് പറയുന്നത്? ചോദ്യം എന്ന് പറയുന്നത് ഇഫ് ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 3 tan a ആണെങ്കിൽ then show that സൈൻ ഓഫ് 2a പ്ലസ് ബി എന്ന് പറയുന്നത് 2 sin b എന്നാണ് ഷോ ചെയ്യേണ്ടത്. ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം എന്താ വേണ്ടത്? റേഷ്യോ ആണ്. ഇവിടെ റേഷ്യോ ഉണ്ടോ? ഉണ്ടാക്കാമല്ലോ. ടാൻ ഓഫ് എ പ്ലസ് ബി 3 tan a ആണെങ്കിൽ ടാൻ ഓഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടാൻ എ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 3/1 എന്ന് എഴുതാം. ഈ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണെന്നോ, അതായത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എപ്പോഴും റേഷ്യോ ക്രിയേഷൻ ആണ് അല്ലെ. ഇപ്പൊ ടാൻ ഓഫ് എ പ്ലസ് ബി എനിക്ക് സൈൻ ഓഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. അതേപോലെ തന്നെ ടാൻ എ നമുക്ക് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ, സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. ആ കോസ് എ മുകളിൽ പോവല്ലോ. ഇത് 3/1 എന്ന് പറയാം. ഇനി നമുക്ക് കോമ്പണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാലോ. ഇതിനെ നമുക്ക് ഒരു എക്സ് എന്നും ഇത് വൈ എന്നും എഴുതി കഴിഞ്ഞാൽ കോമ്പണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് വീണ്ടും എഴുതാം സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ, അതാണ് ന്യൂമറേറ്ററിലുള്ളത്. എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി അല്ലെ. അതായത് കോസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ. റൈറ്റ് സൈഡിലും അതേ കാര്യം തന്നെ ചെയ്യണല്ലോ. 3 + 1 ഡിവൈഡഡ് ബൈ 3 - 1.
ഇവിടെ ഇതൊരു എക്സ് എന്നും ഇത് വൈ എന്നും ആണെങ്കിൽ ഇതും എക്സ് ഇത് വൈ ആണ് അല്ലെ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ, അതായത് സൈൻ ഓഫ് 2a പ്ലസ് ബി എന്ന് ന്യൂമറേറ്ററിൽ വരും. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ സൈൻ എ കോസ് ബി പ്ലസ് മൈനസ് കോസ് എ സൈൻ ബി, അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് എ എന്ന് വരും അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടും അല്ലെ. അതായത് സൈൻ ഓഫ് 2a പ്ലസ് ബി ഡിവൈഡഡ് ബൈ സൈൻ ബി എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് കിട്ടി. 2 എന്ന് കിട്ടിയോ ഇല്ലയോ? 2 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പ്രൂവ്ഡ് ആയല്ലോ. സൈൻ ഓഫ് 2a പ്ലസ് ബി എന്ന് പറയുന്നത് 2 സൈൻ ബി, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇതെന്നാണ് കോമ്പണന്റോ ഡിവിഡന്റോട് കളി. അന്നേരം ബിയും എയും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്, എല്ലാവരും ചെയ്യുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കമന്റ് അടിക്കുക. നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാമിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കിടിലൻ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്റെ കേരളത്തിലെ എല്ലാ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും നന്നായിട്ട് സ്കോർ ചെയ്യണമെന്നാണ് എന്റെ വലിയൊരു ആഗ്രഹമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഒരു ഗേൾ സ്റ്റുഡന്റിന് JEE അഡ്വാൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. അത് ഒരിക്കലും കിട്ടണം. കാരണം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ടീച്ചിങ് ജീവിതത്തിൽ 7-8 വർഷത്തെ ടീച്ചിങ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഗേൾസ് ആർ വെരി ബ്രില്യൻറ്റ് ഇഫ് ഗിവൺ ദ റൈറ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഞാൻ കറന്റ് ആയിട്ട് നല്ല സപ്പോർട്ട് തരികയാണ്. ആ ഒരു ഡ്രീം എത്തണം. നമ്മള് എല്ലാവരും തന്നെ ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ വലിയൊരു എന്താണ് പ്രൊമോട്ടർ ആണ് ഞാൻ. ഓഫ് കോഴ്സ് girls should start getting first rank in JEE. People should start supporting them for that. I'm sure that they are capable of doing it 100%. അപ്പൊ എന്റെ ഭാഗത്തു നിന്ന് ഞാനത് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ മിടുക്കന്മാരായ അനുജന്മാരും പൊളിച്ചെടുക്കട്ടെ. എല്ലാവരും കിടിലായിട്ട് വരട്ടെ. JEE അഡ്വാൻസിന് കേരളത്തിൽ നിന്നൊരു ഫസ്റ്റ് റാങ്ക് വരട്ടെ. ഓക്കെ, സോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.